നമസ്കാരം ഡാർക്കുൾ VFX സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ഇൻസൈഡ് ടെക്സ്റ്റ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റാണ്. അതായത് ഒരു കുറേ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ മുന്നോട്ടേക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫ്യൂഷൻ കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അതിന് വേണ്ടി ഈ മീഡിയ പുള്ളിൽ വരിക, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ന്യൂ ഫ്യൂഷൻ കോമ്പോസിഷൻ എന്ന് കാണാൻ പറ്റില്ല, ഇതിൽ ക്ലിക്ക് ചെയ്യുക. എത്ര സെക്കൻഡ് ഡ്യൂറേഷൻ വേണ്ട വീഡിയോ ആണെന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 5 സെക്കൻഡാണ് ഇവിടെ കാണിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 5 എന്നുള്ളത് മാത്രം മാറ്റിയിട്ട് ഇവിടെ 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇത് രണ്ടും സെലക്ട് ചെയ്ത് അവിടേക്ക് 10 എന്ന് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ 10 സെക്കൻഡ് ലെങ്ത്തുള്ള വീഡിയോ ആയി. ഇനി ഇപ്പറേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റ് ആവും, ഇപ്പറേക്ക് മാറ്റി കഴിഞ്ഞാൽ 10 മണിക്കൂറാവും. അതേപോലെ നിങ്ങൾക്ക് വേണ്ട പോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഫ്യൂഷൻ കോമ്പോസിഷൻ എന്തെങ്കിലും പേര് കൊടുക്കുക. ടെക്സ്റ്റ് ഇൻസൈഡ് ടെക്സ്റ്റ് ഒരു പേര് കൊടുത്തു. ഇവിടെ എത്ര ഫ്രെയിം വേണം ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ 60 ഫ്രെയിം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എത്ര ഫ്രെയിമാണ് ഇഷ്ടം അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഫ്രെയിംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഇൻസൈഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫ്യൂഷൻ കോമ്പോസിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവില്ലേ. അതിന് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ 10 സെക്കൻഡ് ലെങ്ത് വരുന്ന ഒരു ക്ലിപ്പാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് കുറയ്ക്കുക കൂട്ടുക ചെയ്യണമെങ്കിൽ ഈ എഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ചുരുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നീട്ടി വലുതാക്കിയിട്ട് വെക്കാൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട പോലെ അറേഞ്ച് ചെയ്യാം. ഓക്കെ അല്ലേ. നേരെ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫ്യൂഷൻ്റെ അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മീഡിയ ഔട്ട് മാത്രമായിരിക്കും കിട്ടുന്നുണ്ടാവുക. മീഡിയ ഔട്ട് താഴേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. ഞാൻ ഇവിടേക്ക് ഒരു ടെക്സ്റ്റ് നോഡിനെ ആഡ് ചെയ്യണേ. ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ടെക്സ്റ്റ് നോഡ് ഇവിടേക്ക് ആഡ് ചെയ്തു. അല്ലെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, അവിടെ ടെക്സ്റ്റ് നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ടെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ നോഡ് കാണാൻ പറ്റും, അതിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരാം അല്ലേ. ഇൻസ്പെക്ടറിൻ്റെ അകത്ത് താഴേക്ക് വന്ന് എന്താ കാണാം, ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ടെക്സ്റ്റിൻ്റെ അകത്തേക്ക് ഞാൻ ഗൂഗിളിൽ പോയി വെറുതെ സെർച്ച് ചെയ്ത് കോപ്പി ചെയ്ത കുറച്ച് വാക്കുകൾ ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇവിടേക്ക് പേസ്റ്റ് ചെയ്തു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കണക്ട് ചെയ്ത് നോക്കിയാൽ അതിൽ എന്താ എഴുതിയെന്ന് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ സൈസൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ വീണ്ടും ഒരു ടെക്സ്റ്റ് ഇവിടുന്ന് ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ആഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, മെനു ഓണാക്കുക, അവിടേക്ക് ആഡ് ചെയ്യുക. ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് നിന്ന് എഴുതി. ഓക്കെ, ഇനി ഇതാ ഇവിടുന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ച ശേഷം ഞാൻ ഈ ടെക്സ്റ്റിൻ്റെ ബ്ലൂ കളർ ഉണ്ടോ ഇവിടേക്ക് കണക്ട് ചെയ്തു. ഈ ബ്ലൂ മാസ്കിലേക്ക് കണക്ട് ചെയ്തു. ഇനി ഇവിടുന്ന് ഒരു പോയിന്റ് വലിച്ച് ഈ ഔട്ടിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഇതാ ഈ ഔട്ട് പോയിന്റ് ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള വേർഡ് വന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഇൻസ്പെക്ടറിൽ വന്നിട്ട് അതിൻ്റെ സൈസ് കൂട്ടി വെക്കുക. കണ്ടോ, ഇപ്പോൾ ടെക്സ്റ്റ് എന്ന് എഴുതി, പക്ഷേ ഭയങ്കര വൃത്തികേടായിട്ടാണല്ലേ കാണുന്നത്. മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടെക്സ്റ്റിൻ്റെ അകത്ത്, അതായത് ഒരുപാട് എഴുതി ടെക്സ്റ്റിൻ്റെ അകത്ത് വരിക, അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ലൈൻ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇതേപോലെ ചുരുക്കി വെക്കുക. പിന്നെ ലെങ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടി വെക്കുക. കണ്ടോ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പുറത്ത് വന്ന് ടെക്സ്റ്റ് എന്നുള്ള ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാവും അല്ലേ. ടെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഓക്കെ, ഒരു പാകത്തിന് വെക്കുക. ഇനിയും നിങ്ങൾക്ക് ടെക്സ്റ്റ് കൂടുതൽ വേണം തോന്നുകയാണെങ്കിൽ ടെക്സ്റ്റിന് തന്നെ മൊത്തം ഒന്ന് കമാൻഡ് ചെയ്യുക, കൺട്രോൾ അടിച്ച് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് എൻഡിൽ വന്നിട്ട് താഴേക്ക് വീണ്ടും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൂടുതൽ ടെക്സ്റ്റുകൾ കിട്ടും. അപ്പോൾ നമുക്ക് സൈസ് കുറച്ച് കഴിഞ്ഞാലും ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് കൂടുതലായിട്ട് എഴുതിയ പോലെ കാണാൻ പറ്റും. കണ്ടോ. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ഞാനിവിടെ ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തു, രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെ അകത്ത് വന്നു. ഓക്കെ അല്ലേ, നമ്മൾ ടെക്സ്റ്റിന് എഴുതിയ ആ നോഡിൽ വന്നു, ഇൻസ്പെക്ടറിൽ വന്നു, അതിൻ്റെ ഷെയ്ഡിങ് ഉണ്ടോ, ഷെയ്ഡിങ് ഓണാക്കി. ഇതിൻ്റെ അകത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് എന്ന് കാണാൻ പറ്റില്ല, സോളിഡ് എന്നുള്ള മാറ്റി ഇമേജ് എന്നാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ടെക്സ്റ്റിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തു, ഈ കളർ ഇമേജിൽ അവിടേക്ക് ഡ്രോപ്പ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ, കുറച്ചും കൂടെ രസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടൈപ്പിൽ വന്ന ശേഷം ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ വരിക. എന്നിട്ട് വേണമെങ്കിൽ സൈസ് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടെക്സ്റ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസകരമായിട്ട് കാണാം. എനിക്ക് തോന്നുന്ന ആ മാസ്കിങ്ങിനെക്കാട്ടും ഭംഗിയായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പാണ് അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ രണ്ടാമത്തെ ടെക്സ്റ്റിൽ വന്ന് ഇവിടെ കളർ മാറ്റിയാൽ മാറില്ല കേട്ടോ. ഫസ്റ്റ് ടെക്സ്റ്റിൻ്റെ അകത്ത് വരിക, അതായത് നമ്മൾ കൂടുതൽ ടെക്സ്റ്റ് എഴുതി അവിടെ വരിക, ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് വേണ്ട ഒരു കളറിലേക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം. ഞാൻ ഓറഞ്ച് ആയിരുന്നു നേരത്തെ ചെയ്ത്, നമുക്ക് റെഡ് വേണമെങ്കിൽ റെഡ് ആക്കാം, ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ആക്കാം, യെല്ലോ, എല്ലാ കളറും നല്ല ഭംഗിയുള്ള നീല, ടീലില്ലേ ടീല്, പിന്നെ പിങ്ക്, നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറിലേക്ക് വേണമെങ്കിലും ഇതേപോലെ ചേഞ്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബാക്ക്ഗ്രൗണ്ടിനെ ഒരു നോഡിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത ശേഷം ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നിന്ന് ഒരു ലൈൻ വലിച്ചിട്ട് ടെക്സ്റ്റിൻ്റെ എൻഡിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, താഴെ വന്നു കഴിഞ്ഞാൽ സ്വാപ്പ് ഇൻപുട്ട് കാണും, ഇത് കണക്ട് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഡാവിഞ്ചി റിസോൾവിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം ക്ലാസ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പിൽ പ്രീമിയം ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. കോഴ്സിൻ്റെ ഫീസും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ അയച്ചു തരാം കേട്ടോ. ചെറിയ പൈസ നമ്മൾ വാങ്ങുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കളർ ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളതിൽ മാറ്റിയിട്ട് റെഡ് വേണമെങ്കിൽ റെഡ് ആഡ് ചെയ്യാം, ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ തന്നെ ആഡ് ചെയ്യാം, ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ ആഡ് ചെയ്യാം. പിന്നെ ഈ മിക്സഡ് കളറുകളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാം.
ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ കളറിൽ ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞ് ഇവിടെ വൈറ്റിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ബ്ലാക്ക് തന്നെ വെക്കുകയാണ്. ഇതേപോലെയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെ മലയാളം ആഡ് ചെയ്യാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. മലയാളം എങ്ങനെ ഡാവിഞ്ചിയിൽ എഴുതാമെന്നുള്ള ആ ഒരു സംഭവം ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.